വഴിതെറ്റിയാലയുന്ന ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ ദിശ കാണിക്കാൻ ആകാശത്തുദിക്കുന്ന ധ്രുവ നക്ഷത്രത്തിനെ പോലെ ഇന്ത്യൻ ഫുട്ബോളിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ മനോലോ മാർക്കസിനെ കൊണ്ട് കഴിഞ്ഞേക്കും എന്ന് പുള്ളിയുടെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് സൂചിപ്പിക്കുന്നുണ്ട്. ചുമ്മാതെ പഴയ പരിശീലകനായിട്ടുള്ള ഇഗോസ്റ്റി മാച്ചിനെ പോലെ തള്ളിമറിക്കാനൊന്നും നിൽക്കുന്നില്ല. അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷേ ഒരിക്കലും ഞാൻ എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, ഒഴിവ് കഴിവുകൾ ഒന്നിനും ഒരു കാരണമായി പറയുന്നില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ, അവൈലബിൾ ആയിട്ടുള്ള താരങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ കണ്ടീഷൻ ചെയ്ത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ ഏറ്റവും മികച്ചതാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പുള്ളി പറയുന്നുണ്ട്. പിന്നെ സുനിൽ ഛേത്രിയുടെ റീപ്ലേസ്മെന്റിനെ കുറിച്ച് ചോദിച്ചപ്പോഴും പുള്ളി തള്ളിമറിക്കാനൊന്നും നിന്നില്ല. ഏകദേശം 100ഓളം ഗോളുകൾ അടിച്ച ഒരു താരത്തിന് ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഈസിലി പോസിബിൾ അല്ല. പക്ഷേ കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ടിൽ കൂടി അത്തരത്തിലുള്ള വെല്ലുവിളികളെ നമ്മൾ മറികടക്കേണ്ടതുണ്ട് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രഥമ ലക്ഷ്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പം പുതിയൊരു സ്ഥാനത്തേക്ക്, പുതിയൊരു പരിശീലക ജോലിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരുപാട് ഘടകങ്ങളും ഒരുപാട് വെല്ലുവിളികളും ഉണ്ടായിരിക്കാം. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ എന്താണോ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതിനെ ഏറ്റവും മികച്ച രീതിയിലാക്കുക, നമ്മുടെ കണ്ടീഷൻസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ എത്തിക്കുക. അതുകൂടാതെ ഇന്ത്യൻ താരങ്ങളുടെ കേളി മികവിനെ കുറച്ച് മെച്ചപ്പെടുത്തി എടുത്ത് ഏഷ്യൻ കപ്പിന് യോഗ്യത നേടുന്ന തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുശേഷം നമ്മൾ അടിവച്ചടിവെച്ച് വലിയ ലക്ഷ്യങ്ങളിലേക്ക് നടക്കണം. ഭാവി ഇന്ത്യൻ ഫുട്ബോൾ ഭയങ്കര സഫീഷ്യൻ്റ് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് മനോലോ മാർക്കസ് എന്ന പരിശീലകൻ എന്ന് പുള്ളിയുടെ വാക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്.